ഇന്ന് 9ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ നോക്കാം. ഒരു ചെറിയ കവിതയാണ്. സ്മാരകം എന്നാണ് കവിതയുടെ പേര്. വീരാൻകുട്ടി എഴുതിയ മിണ്ടാപ്രാണി എന്ന കൃതിയിലെ ഒരു ചെറിയ കവിതയാണ് സ്മാരകം. ഈ കവിതയിൽ സൂചിപ്പിക്കുന്നത് എന്താണ്? ഒരു അപ്പൂപ്പൻ താടിയുടെ പറക്കലിനെ കുറിച്ചാണ്. പ്രതീക്ഷകളുടെ ഭാരമൊന്നുമില്ലാതെ പറക്കുന്ന ഒരു അപ്പൂപ്പൻ താടിയെ കുറിച്ചാണ് ഈ കവിതയിൽ പരാമർശിക്കുന്നത്. ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. ഇളങ്കാറ്റിൽ തൂവലുകൾ മണ്ണിലേക്ക് പറവയുടെ വഴികൾ തെളിയുന്നു. എന്താണ്? ഇളങ്കാറ്റിൽ തൂവലുകൾ മണ്ണിലേക്ക് പറവയുടെ വഴികൾ തെളിയുന്നു. അതായത് യാത്രകൾ എന്ന് പറയുന്നത് അനുഭവവും അറിവും അനുഭൂതിയും എല്ലാം പ്രദാനം ചെയ്യുന്നവയാണ്. ഇളങ്കാറ്റിൽ തൂവലുകൾ കൊഴിഞ്ഞു പോകുന്നത് പരിഗണിക്കാതെ, അതായത് ശ്രദ്ധിക്കാതെ പറവകൾ അവയുടെ ലക്ഷ്യം നോക്കി പറക്കാറുണ്ട്. യാത്രകളിൽ പല പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിടാറുണ്ട്. എന്നാൽ അതെല്ലാം അതിജീവിച്ച് യാത്ര തുടരുക തന്നെ ചെയ്യും. യാത്രകളിലൂടെ ലഭിക്കുന്ന അനുഭവങ്ങളെല്ലാം ജീവിത പാഠങ്ങളായി മാറി നമുക്ക് വെളിച്ചം നൽകും. കവിത വായിക്കാം. സ്മാരകം. അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ വിനീതമായ ഒരു ശ്രമമായി കാണണം. ചിറകുകളില്ല, ദേശാന്തരം വിധിച്ചിട്ടില്ല, ആകാശവും സ്വന്തമല്ല. എന്നിട്ടും അത് പറക്കുന്നു, കുഞ്ഞിനെ എന്ന പോലെ വിത്തിനെ മടിയിൽ വെച്ച്. അതു കാണും സ്വപ്നത്തിലെ മരത്തിൻ്റെ തണലിൽ നാളെ ഒരാൾ വന്നിളവേൽക്കും എന്ന കവിത അതിനറിയില്ല. അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അതു പറക്കുന്നു. അതിനെ പക്ഷി എന്ന് വിളിക്കാതിരിക്കാൻ നാം കാണിക്കുന്ന കരുണയിൽ അതു കുറച്ചുകൂടി ദൂരം പോയേക്കും. ധീരമെങ്കിലും എളിയ അതിൻ്റെ ശ്രമം വീണുപോകുന്നിടത്ത് സ്മാരകമായി ഉയർന്നു വന്നേക്കും. ആരുമറിയാതെ നാളെ ഒരു മരം. അപ്പോൾ അപ്പൂപ്പൻ താടിയുടെ പറക്കലിനെ കുറിച്ചാണ് ഈ കവിതയിൽ പറയുന്നത്. അതായത് അപ്പൂപ്പൻ താടിക്ക് എന്തില്ല? ചിറകുകളൊന്നുമില്ല. അതിന് ദേശാന്തര യാത്രകളൊന്നും വിധിച്ചിട്ടില്ല. അതിന് സ്വന്തമായിട്ടൊരു ആകാശവുമില്ല. എന്നിട്ടും അത് താനായി നിൽക്കാൻ പോകുന്ന തൻ്റെ വിത്തിനെയും കരുതിക്കൊണ്ട് പറക്കുകയാണ്. അപ്പൂപ്പൻ താടിയുടെ പറക്കൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു വിനീതമായ ശ്രമമായിട്ട് എന്നാണ് ഈ കവി പറയുന്നത്. അതിൻ്റെ സ്വപ്നങ്ങളിൽ നാളെ ഒരാൾ തൻ്റെ മരത്തിൻ്റെ ചുവട്ടിൽ വന്ന് തണലിന് വേണ്ടി വന്നിരിക്കുമെന്നുള്ള ഒരു സ്വപ്നമൊന്നും അതിനില്ല. അതിനെക്കുറിച്ചുള്ള ഒരു അറിവൊന്നുമില്ല. അതിൻ്റെ അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അത് പറക്കുകയാണ്. അതിനെ പക്ഷി എന്ന് വിളിക്കാതിരിക്കുവാനായിട്ട് നാം കാണിക്കുന്ന കരുണയിൽ അത് കുറച്ചുകൂടി ദൂരം പോയേക്കും. അതിൻ്റെ ശ്രമം എന്ന് പറയുന്നത് എളിയ ശ്രമമാണെങ്കിൽ പോലും അത് ധീരമായ ശ്രമമാണ്. അത് എവിടെ വീണു പോകുന്നു എങ്കിൽ പോലും അതിൻ്റെ ആ വിത്ത് മുളച്ച് അതൊരു വലിയ മരമായിട്ട് നാളെ ഉയർന്നു വന്നേക്കാം. ആരും അറിയാതെ ഒരു മരമായിട്ട് നാളെ അത് ഉയർന്നു വന്നേക്കാം എന്നാണ് ഈ കവിതാ ഭാഗത്ത് പറയുന്നത്. നമുക്ക് ഈ ചോദ്യം ഒന്ന് നോക്കാം. അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ വിനീതമായ ഒരു ശ്രമമായി കാണണം. കവി ഇങ്ങനെ പറയുവാനുള്ള കാരണം എന്തെന്ന് കണ്ടെത്തി എഴുതണം. അതായത് അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ വിനീതമായ ഒരു ശ്രമമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് കവി ഇങ്ങനെ പറയുന്നതെന്ന് നമ്മൾ കണ്ടെത്തി എഴുതുക. എന്തുകൊണ്ടാണ്? ഇപ്പോൾ പറഞ്ഞതൊക്കെ തന്നെ. അപ്പൂപ്പൻ താടിക്ക് ചിറകുകളില്ല, ദേശാന്തര യാത്രകൾ വിധിച്ചിട്ടില്ല, പിന്നെ അതിന് സ്വന്തമായിട്ടൊരു ആകാശവുമില്ല. എന്നിട്ടും അത് താനായി നിൽക്കാൻ പോകുന്ന തൻ്റെ വിത്തിനെയും കൊണ്ടത് പറക്കുകയാണ്. അതുകൊണ്ടാണ് ഈ അപ്പൂപ്പൻ താടിയുടെ പറക്കലിനെ ഒരു വിനീതമായ ശ്രമമായി അവതരിപ്പിക്കുന്നത്. സാധാരണയായി ഈ പറക്കുന്ന പക്ഷികൾക്ക്, അതായത് പറക്കുന്നവയ്ക്കുണ്ടാകുന്ന വലിയ ലോകങ്ങളുടെ സാധ്യതയൊന്നും അതിനില്ല. പറക്കുന്ന പക്ഷികൾക്ക് വലിയ ലോകങ്ങളുടെ സാധ്യതയുണ്ട് അല്ലേ? അവയ്ക്ക് ഒരുപാട് ദൂരം പറക്കാൻ കഴിയും. പിന്നെ അതിന് ചിറകുകളുണ്ടാവും. പിന്നെ അതിന് സ്വന്തമായിട്ടൊരു ആകാശമുണ്ടാകും. ദേശാന്തരം, അതായത് ഒരു ദേശത്തു നിന്ന് മറ്റൊരു ദേശത്തിലേക്ക് പറക്കാം. ഇതെല്ലാം ഈ പറക്കുന്നവയുടെ ഒരു സാധ്യതകളും സ്വാതന്ത്ര്യവുമാണ്. പക്ഷേ ഇതൊന്നും ഈ അപ്പൂപ്പൻ താടിക്കില്ല. അതുകൊണ്ടാണ് ഈ അപ്പൂപ്പൻ താടിയുടെ പറക്കലിനെ ഒരു വിനീത ശ്രമമായി കാണണമെന്ന് കവി പറയുന്നത്. അടുത്ത ചോദ്യം. കുഞ്ഞിനെ എന്ന പോലെ വിത്തിനെ മടിയിൽ വെച്ച് എന്ന പ്രയോഗത്തിൻ്റെ പൊരുൾ ചർച്ച ചെയ്യുക. അതായത് കുഞ്ഞിനെ എന്ന പോലെ വിത്തിനെ മടിയിൽ വെച്ച് എന്ന പ്രയോഗത്തിൻ്റെ പൊരുൾ എന്തായിരിക്കാം? അതായത് ഒരമ്മ തൻ്റെ കുഞ്ഞിനെയും മടിയിൽ വെച്ച് യാത്ര ചെയ്യുന്ന പോലെ, മടിയിൽ വെച്ച് യാത്ര ചെയ്യുന്ന പോലെ വളരെ ശ്രദ്ധയോടെയും കരുതലോടെയുമാണ് ഈ അപ്പൂപ്പൻ താടി തൻ്റെ വിത്തിനെയും മടിയിൽ വെച്ച് പറക്കുന്നത്. അപ്പോൾ പറക്കുന്നവയുടെ സാധ്യതയൊന്നും അതിനില്ല എങ്കിൽ പോലും ഒരു കാലത്ത് താൻ ഇല്ലാതെയാകുമ്പോൾ താനായി മാറാൻ സാധ്യതയുള്ള വിത്തിനെയും വഹിച്ചുകൊണ്ടാണ് ആ പറക്കൽ.
അതായത് ഒരമ്മ കുഞ്ഞിനെയും മടിയിൽ വെച്ച് യാത്ര ചെയ്യുന്നത് പോലെ വളരെ ശ്രദ്ധയോടെയും കരുതലോടെയുമാണ് അപ്പൂപ്പന്താടി തൻ്റെ വിത്തിനെയും മടിയിൽ വെച്ച് പറക്കുന്നത്. അവയ്ക്ക് പറക്കുന്നവയുടെ ഒന്നും സാധ്യതയൊന്നും അവയ്ക്കില്ല. എങ്കിൽ പോലും ഒരു കാലത്ത് ഈ അപ്പൂപ്പന്താടി ഇല്ലാതെയാകുമ്പോൾ അത് താനായി മാറാൻ സാധ്യതയുള്ള ഈ വിത്തിനെയും വഹിച്ചുകൊണ്ടാണ് ആ പറക്കുന്നത്. അതായത് എവിടെയാണോ അത് വീണു പോകുന്നത് ആ വിത്ത് അവിടെ മുളയ്ക്കും. അതൊരു വലിയ മരമായി മാറും, അതൊരു സ്മാരകമായി മാറും എന്നാണ് കവി പറയുന്നത്. അടുത്ത ചോദ്യം എന്താണ്? ധീരമെങ്കിലും എളിയ ശ്രമം എന്നാണ് അപ്പൂപ്പന്താടിയുടെ പറക്കലിനെ കവി വിശേഷിപ്പിക്കുന്നത്. ഈ വിശേഷണം നൽകുന്ന അർത്ഥ സാധ്യതകൾ എന്തെല്ലാമാണ്? കുറിപ്പ് തയ്യാറാക്കുക. അപ്പം എന്താണ് ധീരമെങ്കിലും എളിയ ശ്രമം എന്ന് കവി പറയുവാനുള്ള കാരണം എന്താണ്? അതായത് ഈ വീരാൻകുട്ടിയുടെ കവിത എന്താണ്? ഈ സ്മാരകം എന്നുള്ള കവിത അപ്പൂപ്പന്താടിയുടെ പറക്കത്തെക്കുറിച്ചാണ്. അപ്പോൾ പ്രതീക്ഷകളുടെ ഭാരമൊന്നുമില്ലാതെ വിത്തിനെയും മടിയിൽ വെച്ച് അത് പറക്കുന്നു. പ്രതീക്ഷകളുടെ ഭാരമൊന്നുമില്ലാതെ വിത്തിനെയും മടിയിൽ വെച്ചത് പറക്കുന്നു. ധീരമെങ്കിലും ആ എളിയ ശ്രമം സാർത്ഥകമാകുന്നത് എപ്പോഴാണ്? അത് വീണെടുത്ത് നാളെ ആരും അറിയാതെ ഒരു മരം ഉയർന്നു വന്ന് തണൽ വിരിക്കും. അത് വീണെടുത്ത് നാളെ ആരും അറിയാതെ ഒരു മരം ഉയർന്നു വന്ന് തണൽ വിരിക്കുമ്പോഴാണ് അതൊരു സ്മാരകമായി മാറുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? തൻ്റെ യഥാർത്ഥ ശക്തിയെയും കഴിവിനെയും സ്വയം തിരിച്ചറിഞ്ഞ് സ്വന്തം വഴികൾ കണ്ടെത്തി മുന്നോട്ട് പോകുന്നവർക്ക് കാലത്തെയും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന ജീവിത പാഠമാണ് അപ്പൂപ്പന്താടിയുടെ ജീവിതയാത്ര നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതായത് നമ്മളുടെ യഥാർത്ഥ ശക്തിയെയും കഴിവിനെയും എല്ലാം സ്വയം തിരിച്ചറിഞ്ഞ് സ്വന്തമായിട്ടുള്ള വഴികൾ കണ്ടെത്തി മുന്നോട്ട് പോകുന്നവർക്ക് കാലത്തെയും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. അങ്ങനെ ഒരു ജീവിത പാഠമാണ് ഈ അപ്പൂപ്പന്താടിയുടെ ജീവിതയാത്ര നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതായത് ധീരമെങ്കിലും എളിയ ശ്രമം. അടുത്ത ചോദ്യം എന്താണ്? ഒരു വിത്തിൻ്റെ വിനീതമായ യാത്രയെ മഹത്തായ ജീവിതയാത്രയായി ആവിഷ്കരിക്കുകയാണ് കവി. ഈ പ്രസ്താവനയുടെ സാധുത വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. അതായത് ഒരു വിത്തിൻ്റെ വിനീതമായ യാത്ര അതിനൊരു മഹത്തായ ജീവിതയാത്രയാക്കി ആവിഷ്കരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഈ പ്രസ്താവനയുടെ കുറിപ്പ്, അതായത് ഈ പ്രസ്താവനയെ വിലയിരുത്തിയൊരു കുറിപ്പ് തയ്യാറാക്കുക. അതായത് ഈ അപ്പൂപ്പന്താടി എന്ന് പറയുന്നത് പുറത്തു നിന്നുള്ള അറിവോ പ്രചോദനമോ ഒന്നും അതിനില്ല, അല്ലേ? പുറത്തു നിന്നുള്ളൊരു അറിവോ പ്രചോദനമോ സ്വാധീനമോ ഒന്നും ഈ അപ്പൂപ്പന്താടിക്കില്ല. മറ്റുള്ളവരുടെ പ്രതീക്ഷയോ അല്ലെങ്കിൽ സ്വപ്നമോ സ്തുതിഗീതമോ ഒന്നും അതിനെ അലട്ടുന്നില്ല. മറ്റുള്ളവരുടെ പ്രതീക്ഷയോ അല്ലെങ്കിൽ സ്വപ്നമോ സ്തുതിഗീതമോ ഒന്നും ഈ അപ്പൂപ്പന്താടിയെ അലട്ടുന്നില്ല. അപ്പം അത് കാണും സ്വപ്നത്തിലെ മരത്തിൻ്റെ തണലിൽ നാളെ ഒരാൾ വന്ന് ഇളവേൽക്കും എന്ന കവിതയും അതിനറിയില്ല. അത് കാണുന്ന സ്വപ്നത്തിൽ, അതായത് ഈ അപ്പൂപ്പന്താടിയുടെ സ്വപ്നങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ പോലും അത് നാളെ താനൊരു മരമായി മാറുമെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ചുവട്ടിൽ ഒരാൾ വന്ന് ഇളവേൽക്കുമെന്നോ എന്നുള്ള പ്രതീക്ഷയൊന്നും അതിന് ഇല്ല. അങ്ങനെ ഒരു സ്വപ്നമൊന്നും അതിനില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഈ വരികൾ സൂചിപ്പിക്കുന്ന എന്താണ്? ബാഹ്യമായ ഇത്തരം പ്രതീക്ഷകളെക്കുറിച്ചാണ്. പിന്നെ എന്താണ്? അറിവില്ലായ്മയുടെ ഭാരക്കുറവ്, അല്ലേ? അറിവില്ലായ്മയുടെ ഭാരക്കുറവ് എന്ന പ്രയോഗം നമ്മൾ ശ്രദ്ധിക്കുക. അപ്പം നാം ജീവിക്കുന്ന ലോകത്ത് നമ്മെക്കുറിച്ച് മറ്റുള്ളവർക്ക് ഏറെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും കാണാം. അത് നമ്മളിലേക്കും വലിയൊരു ഭാരമായി മാറുന്നു. അതായത് അറിവില്ലായ്മയുടെ ഭാരക്കുറവിലാണ് ഈ അപ്പൂപ്പന്താടി പറക്കുന്നത്. അതിനറിയില്ല ഒന്നും. പക്ഷേ നമ്മൾ ജീവിക്കുന്ന, അതായത് ഒരു മനുഷ്യൻ്റെ ജീവിതവുമായിട്ട് താരതമ്യപ്പെടുത്തുന്നുണ്ട് അപ്പൂപ്പന്താടിയുടെ പറക്കലിനെ. അതായത് നമ്മൾ ജീവിക്കുന്ന ലോകം നമ്മെക്കുറിച്ച് മറ്റുള്ളവർക്ക് ഏറെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും കാണാം. അത് നമ്മളിലേക്ക് വലിയ ഭാരമായിട്ട് മാറും, അല്ലേ? സൈദ്ധാന്തികമായ വലിയ അറിവുകളോ അല്ലെങ്കിൽ ബാധ്യതകളോ ഒന്നും തന്നെ ഈ അപ്പൂപ്പന്താടി ചുമക്കുന്നില്ല. പിന്നെ എന്താണ്? അപ്പൂപ്പന്താടിയുടെ വലിയ പ്രതീക്ഷകളോ സ്വപ്നങ്ങളോ അറിവുകളോ ഒന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതിനെ അലട്ടുന്നില്ല. അതായത് അപ്പൂപ്പന്താടി വലിയ സ്വപ്നങ്ങളില്ല, പ്രതീക്ഷകളില്ല, അതിന് അറിവുകളില്ല, അങ്ങനെയുള്ള ഭാരമൊന്നും അതിനെ അലട്ടുന്നില്ല. പിന്നെ എന്താണ് പറയേണ്ടത്? അപ്പോൾ ഈ അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അത് ഇങ്ങനെ പറക്കുമ്പോൾ അതിൻ്റെ ശ്രമം ഒരു എളിയ ശ്രമമാണെങ്കിൽ പോലും അത് ധീരമായി മാറുന്നുണ്ട്. പിന്നെ നൈസർഗികമായ ശക്തി തിരിച്ചറിഞ്ഞ് സ്വന്തം വഴി മുന്നേറുന്നത് കൊണ്ട് അത് വീണ് പോകുന്നിടത്ത് പോലും അത് ഇല്ലാതാകുന്നില്ല. അതായത് ഈ നൈസർഗികമായ, അതായത് അപ്പൂപ്പന്താടിക്ക് അറിയാം അതിൻ്റെ ശക്തി എന്താണെന്നുള്ള അറിയാം. കാരണം അത് എവിടെ വീണ് പോയാലും അതൊരു മരമായിട്ട് പിന്നെ അത് മുളച്ച് വരും. ആ വിത്ത് എവിടെ വീഴുന്നോ അതവിടെ മരമായി മുളച്ച് വരും. അപ്പോൾ അതിന് നൈസർഗികമായ കഴിവ് അത് തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ അത് ഈ മരമായി മാറുമ്പോൾ ഈ മരം എല്ലാവർക്കും തണൽ വിരിക്കും, അല്ലേ? പിന്നെ പുതിയ ദിശകളിലേക്ക് വീണ്ടും ഈ വിത്തുകൾ വീണ്ടും, അതായത് അപ്പൂപ്പന്താടിയിലെ ഈ മരത്തിലുണ്ടാകുന്ന വീണ്ടും അപ്പൂപ്പന്താടികൾ ഉണ്ടാകുമല്ലോ, ആ വിത്തുകൾ വീണ്ടും പുതിയ ദിശകളിലേക്കൊക്കെ ഇങ്ങനെ യാത്ര തുടരും. അപ്പോൾ പുതിയ ദിശകളിലേക്ക് പുതിയ അപ്പൂപ്പന്താടികളൊക്കെ പറത്തുന്ന ഒരു മരമാകും വീണ്ടും ആ അപ്പൂപ്പന്താടി
ഇവിടെ വിത്ത് വീണ് മുളച്ച ആ മരം. അപ്പം അത് ഈ കവിതയിലെ, അതായത് ഈ അപ്പൂപ്പൻ താടി ഒരു സ്മാരകമായിട്ട് നിലനിൽക്കും. അപ്പോൾ അതിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു മഹത്തരമാണ്. അങ്ങനെ പറയാനുള്ള കാരണം ഇത്രയൊക്കെയാണ്. അതായത് അതിൻ്റെ അറിവില്ലായ്മയുടെ ഭാരക്കുറവ് കൊണ്ട് അത് പറക്കുന്നതും, അത് എവിടെ നിന്നാണ് അത് വീണു പോകുന്നത്, അവിടെ ഒരു മരമായി അത് വീണ്ടും മുളച്ചു പോകുന്നു, ഈ മരത്തിൽ നിന്ന് വീണ്ടും അപ്പൂപ്പൻ താടികൾ ഉണ്ടാകുന്നു, വീണ്ടും അതെല്ലാം ദേശാന്തര സഞ്ചാരം തുടരും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ അപ്പൂപ്പൻ താടിയുടെ യാത്ര ഒരു മഹത്തായ ജീവിതയാത്രയാക്കി ആവിഷ്കരിക്കുന്നത്. അടുത്തത് എന്താണ്? എനിക്ക് ഒന്നും അറിയില്ല എന്ന തിരിച്ചറിവാണ് ഏറ്റവും വലിയ ജ്ഞാനം. അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അത് പറക്കുന്നു. വീരാൻകുട്ടി. അപ്പോൾ എനിക്കൊന്നും അറിയില്ല എന്ന തിരിച്ചറിവാണ് ഏറ്റവും വലിയ ജ്ഞാനം എന്ന് പറഞ്ഞത് സോക്രട്ടീസ്. പിന്നെ അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അത് പറക്കുന്നു. ഇപ്പോൾ വീരാൻകുട്ടിയുടെ കവിതയിലെ വരികളാണ്. അപ്പോൾ ഈ സോക്രട്ടീസിൻ്റെ വാക്കുകളും കവിതാ ഭാഗവും താരതമ്യം ചെയ്യുക. എന്തായിരിക്കും നമ്മൾ താരതമ്യം ചെയ്യാനുള്ള? സോക്രട്ടീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ടാകും. അതായത് ഗ്രീക്കിൽ ജീവിച്ചിരുന്ന ഒരു തത്വചിന്തകനാണ് സോക്രട്ടീസ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എനിക്കൊന്നും അറിയില്ല എന്നൊരു തിരിച്ചറിവാണ് നമ്മുടെ ഏറ്റവും വലിയ ജ്ഞാനം, നമ്മുടെ ഏറ്റവും വലിയ അറിവ് എന്നുള്ളതെന്നാണ് അദ്ദേഹം പറയുന്നത്. വീരാൻകുട്ടി പറയുന്നത് അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അത് പറക്കുന്നു. അപ്പോൾ എന്തായിരിക്കാം? അപ്പോൾ രണ്ടും കൂടെ ചേർത്ത് കവിതാഭാഗവുമായിട്ട് താരതമ്യം ചെയ്യുക. അറിവിൻ്റെ ഒരു വലിയ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? ലോകത്തെക്കുറിച്ചും ചുറ്റുപാടുകളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും തന്നെക്കുറിച്ച് തന്നെയും കൂടുതൽ അറിവുകൾ അന്വേഷിക്കുമ്പോഴും അറിയുമ്പോഴും നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. നാം മനസ്സിലാക്കിയ അറിവുകൾ എത്ര ചെറുതാണെന്ന്. അതായത് നമുക്കിപ്പോൾ നിലവിലെ അവസ്ഥ അനുസരിച്ച് നമ്മളൊരു വലിയ അറിവിൻ്റെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ലോകത്തെക്കുറിച്ചും ചുറ്റുപാടുകളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ഒക്കെ, തന്നെക്കുറിച്ചും നമ്മളെക്കുറിച്ചും എല്ലാം നമ്മൾ കൂടുതൽ അന്വേഷിക്കുമ്പോഴും അറിയുമ്പോഴുമാണ് നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നത്. അതായത് നമ്മൾ മനസ്സിലാക്കിയ അറിവുകൾ എത്ര ചെറുതാണെന്നും, ഇതൊന്നുമല്ല നമ്മൾ മനസ്സിലാക്കിയതൊന്നുമല്ല എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ജീവിതകാലത്ത് നമുക്ക് ആർജിച്ചെടുക്കാൻ കഴിയുന്ന ഈ അറിവുകൾ വളരെ കുറച്ച് മാത്രമായിരിക്കും. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം വരെ നമുക്ക് ആർജിച്ചെടുക്കാൻ കഴിയുന്ന, നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയുന്ന ഈ അറിവുകൾ എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിരിക്കും. അപ്പം അങ്ങനെ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഒരാൾക്ക് എളിമയുണ്ടാകുന്നത്. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ പാഠമായി മാറുന്നത്. അതായത് നമുക്കെല്ലാം അറിയാം എന്നുള്ളൊരു ഭാവത്തോടെ, നമുക്ക് ലോകത്തെക്കുറിച്ച് എല്ലാം അറിയാം എന്നുള്ള ഭാവത്തോടെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഒരു വിനീതമായ അല്ലെങ്കിൽ ഒരു എളിമയൊന്നും നമുക്ക് ഉണ്ടാവില്ല. അതേസമയം നമ്മൾ കുറേ അന്വേഷിച്ച് കണ്ടെത്തി അവസാനം നമ്മൾ മനസ്സിലാക്കുകയാണ് ഇതൊന്നുമല്ല, ഇത് ഞാൻ അന്വേഷിച്ചത് കണ്ടെത്തിയത് ഒന്നുമല്ല, ഇനി എന്തൊക്കെയോ മനസ്സിലാക്കാൻ കിടക്കുന്നു, ഞാൻ കണ്ടെത്തിയ അറിവുകൾ വളരെ ചെറുതാണെന്നൊരു ബോധ്യം നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിലും, അതായത് നമ്മളിൽ തന്നെ നമ്മളെ ഒരു എളിയവനാക്കി അത് മാറ്റും. ഈ ചിന്തകൾ നമ്മൾ വളരെ ചെറുതാണ്, നമുക്കൊന്നും തന്നെ മനസ്സിലായിട്ടില്ല, ഇതുവരെ നമ്മളൊന്നും അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടില്ല, ഇനി എന്തൊക്കെയോ കണ്ടുപിടിക്കാൻ കിടക്കുന്നു എന്നൊക്കെ നമുക്കൊരു തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു എളിയ മനുഷ്യനായി മാറും. അപ്പോൾ അത് ജീവിതത്തിലൊരു വലിയ പാഠമായി മാറുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് സോക്രട്ടീസ് പറയുന്നത്. പിന്നെ ഈ വീരാൻകുട്ടി എന്താണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കവിതയിലൂടെ? അദ്ദേഹം ഈ അപ്പൂപ്പൻ താടിയുടെ പറക്കലിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലേ? അറിവില്ലായ്മയുടെ ഭാരക്കുറവിലാണ് അത് പറക്കുന്നത്. അതിനറിയില്ല നാളെ ഒരു മരമായി മാറുമെന്ന് അതിന് അറിയില്ല. അപ്പം അങ്ങനെ അത് അറിവില്ലായ്മയുടെ ഭാരക്കുറവിലാണ് ഈ അപ്പൂപ്പൻ താടി പറക്കുന്നത് എന്നാണ് ഈ കവിതയിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് തൻ്റെ പരിധി വലിയ ലോകത്ത് അപ്പൂപ്പൻ താടിയും അതിൻ്റെ യാത്ര നടത്തുന്നുണ്ട്. അതായത് അതിൻ്റെ ലോകത്ത്, അതിൻ്റെ പരിധിയിൽ അതും ഒരു വലിയ യാത്ര തന്നെയാണ് നടത്തുന്നത്. ഭാവിയെക്കുറിച്ചുള്ള വലിയ സ്വപ്നമോ പ്രതീക്ഷയോ ആശങ്കയൊന്നും ഇതിനില്ല. അതിൻ്റെ യാത്രയെ ബാധിക്കുന്നില്ല. അതിന് ഭാവിയെക്കുറിച്ച് സ്വപ്നമോ പ്രതീക്ഷയോ ആശങ്കയോ ഒന്നുമില്ല. അതൊന്നും ഈ അപ്പൂപ്പൻ താടിയുടെ യാത്രയെ ബാധിക്കുന്നുമില്ല. അപ്പം വിനീതമെങ്കിലും ഈ അപ്പൂപ്പൻ താടിയുടെ ശ്രമം വളരെ ധീരമാണ് എന്നാണ് ഈ കവി പറയുന്നത്. അപ്പം ഈ അറിവില്ലായ്മയുടെ ഭാരക്കുറവ് അതിനെ മുന്നോട്ട് നയിക്കുന്നു. അറിവില്ലായ്മയുടെ ഭാരക്കുറവ് അപ്പൂപ്പൻ താടിയെ മുന്നോട്ട് നയിക്കുന്നു. അപ്പോൾ ഇവിടെ സോക്രട്ടീസിൻ്റെ വരികളും കവിതാഭാഗങ്ങളും സമാനമായ ആശയം തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അടുത്ത ചോദ്യം എന്താണ്? ഇവിടെയുണ്ട് ഞാൻ എന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി. ലളിതം എന്ന കവിതാഭാഗത്തു നിന്നുള്ള 2 വരികളാണ്. P.P. രാമചന്ദ്രൻ എഴുതിയ ലളിതം എന്ന കവിതയിലെ 2 വരികൾ. ഈ വരികളുടെ ആശയം കൂടി പരിഗണിച്ച് സ്മാരകം എന്ന കവിതയ്ക്കൊരു ആസ്വാദനം തയ്യാറാക്കണം. എന്തായിരിക്കാം? അതായത് പക്ഷി അവിടെ ഉണ്ട്. പക്ഷിയുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ ഒരു ലാളിത്യമായ ജീവിതമാണ്, അല്ലേ? അതായത് മധുരമായൊരു കൂവൽ കൊണ്ട് നമുക്ക് തിരിച്ചറിയാം ഒരു പക്ഷി അവിടെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അത് അടയിരുന്നതിൻ്റെ ചൂട് കൊണ്ട് കിളികൾ അതിൻ്റെ
മനോഹരമായ ജീവിതം അടയാളപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ കൂവൽ കൊണ്ട്, പിന്നെ അതിൻ്റെ ഒരു തൂവൽ കൊണ്ട്, പിന്നെ അത് അടയിരുന്നതിൻ്റെ ചൂട് കൊണ്ട് എല്ലാം കിളികൾ അതിൻ്റെ മനോഹരമായ ജീവിതം അടയാളപ്പെടുത്തുന്നുണ്ട്. വലിയ ലോകത്തിൽ സ്വന്തം ലാളിത്യത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് കിളികൾ അവയുടെ ജീവിതം അവ ലളിതമാക്കി ജീവിക്കുന്നു. അതായത് വലിയ ലോകമാണെങ്കിൽ പോലും അവ അവയുടെ ലാളിത്യത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് അത് സ്വന്തം ജീവിതം അത് സുന്ദരമായി നയിക്കുന്നു. പിന്നെ എന്താണ്, ആഡംബരത്തിൻ്റെയും അലങ്കാരത്തിൻ്റെയും വലിയ ലോകങ്ങളില്ലാത്ത, അതിൻ്റെ ഭാരങ്ങളില്ലാത്ത നൈസർഗികമായ കഴിവുകളിലൂടെ ജീവിതത്തെ മനോഹരമാക്കാൻ കഴിയുമെന്ന് PP രാമചന്ദ്രൻ ഓർമ്മപ്പെടുത്തുന്നു ഈ 2 വരികളിലൂടെ. അതേപോലെ തന്നെയാണ് ഈ ഇപ്പം നമ്മൾ പഠിച്ച വീരാൻകുട്ടിയുടെ സ്മാരകം എന്നുള്ള കവിതയിൽ പറയുന്നത്. കാറ്റിലൂടെയുള്ള അപ്പൂപ്പൻ താടിയുടെ വിത്ത് വിതരണം, അല്ലേ, അത് പുതിയ കാലത്തിനുള്ള ഒരു ആശ്വാസ ചിന്തയായിട്ടാണ് കവി അവതരിപ്പിക്കുന്നത്. പിന്നെന്താണ്, പ്രചരണ കോശമൊന്നുമില്ലാത്ത, ആഡംബരങ്ങളും അലങ്കാരങ്ങളും ഇല്ലാത്ത ലളിത ജീവിതം എങ്ങനെയാണ് സ്വാർത്ഥകമാകുന്നത് എന്നും ഈ കവിത നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതായത് പ്രചാരണ കോശങ്ങളൊന്നുമില്ല, ആഡംബരങ്ങളോ അലങ്കാരങ്ങളോ ഒന്നുമില്ലാത്ത ഒരു ലളിത ജീവിതം എങ്ങനെയാണ് സാർത്ഥകമാകുന്നത് എന്ന് കവിത നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇരുണ്ടുപോകുന്ന ജീവിതയാത്രയിൽ ലളിത ജീവിതം നൽകുന്ന അനുഭവ പരിസരത്തിൻ്റെ സൗന്ദര്യം പ്രകടമാകുന്നൊരു കവിത കൂടിയാണ് സ്മാരകം എന്നുള്ള കവിത. പിന്നെ ചെറുതെങ്കിലും അർത്ഥപൂർണമായ ഒരു ജീവിതത്തിൻ്റെ ചിത്രമാണ് ഈ അപ്പൂപ്പൻ താടിയിലൂടെ കവി മുന്നോട്ട് വയ്ക്കുന്നത്. ചെറുതെങ്കിലും അർത്ഥപൂർണമായ ഒരു ജീവിതത്തിൻ്റെ നേർക്കാഴ്ച. പിന്നെ എന്താണ്, സ്വന്തം കഴിവും ശക്തിയും തിരിച്ചറിഞ്ഞ് സ്വന്തം വഴികൾ കണ്ടെത്തി യാത്ര ചെയ്ത് മുന്നേറുന്നവർക്ക് കാലത്തെ അതിജീവിക്കാൻ കഴിയും എന്നുകൂടി ഒരു ആശയം ഈ കവി ഈ സ്മാരകം എന്നുള്ള കവിതയിലൂടെ അവതരിപ്പിക്കുന്നുണ്ട്. അതായത് സ്വന്തം കഴിവും ശക്തിയും തിരിച്ചറിഞ്ഞ് സ്വന്തം വഴികൾ കണ്ടെത്തി യാത്ര ചെയ്ത് മുന്നേറുന്നവർക്ക് കാലത്തെ അതിജീവിക്കാൻ കഴിയും. പിന്നെ എന്താണ്, സൈദ്ധാന്തികമോ ആലങ്കാരികമോ ആയ ഭാരങ്ങളില്ലാതെ കവിതയിൽ നടത്താവുന്ന ലളിതമായ ആവിഷ്കരണത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് നമുക്കിവിടെ സൂചിപ്പിക്കാം. അതായത് ഈ കവിതയിൽ പ്രത്യേകിച്ച് ഒരു ആലങ്കാരിക ഭാഷ, അതിൽ വലിയ സൈദ്ധാന്തികമായ കാര്യങ്ങളോ ഒന്നും, വലിയ സിദ്ധാന്തങ്ങളൊന്നും പറയുന്നില്ല, അല്ലേ. അപ്പോൾ ഒരു ലളിതമായൊരു ആവിഷ്കരണമാണ് ഈ കവിതയിലൂടെ കവി അവതരിപ്പിക്കുന്നത്. അതായത് അപ്പൂപ്പൻ താടിയുടെ വിനീതമായ പറക്കം പോലെ തന്നെ അത് സഞ്ചരിക്കുകയും, കവിത അങ്ങനെ തന്നെയാണ് സഞ്ചരിക്കുന്നത്. അപ്പൂപ്പൻ താടി വിനീതമായ ഒരു പറക്കൽ, അതിൻ്റെ വിനീതമായ പറക്കലാണെങ്കിൽ പോലും അതിൻ്റെ ശ്രമം ധീരമാണ്. അപ്പോൾ ഈ കവിതയും അങ്ങനെ തന്നെയാണ്. പിന്നെ എന്താണ്, ഈ അപ്പൂപ്പൻ താടി അതായത് അപ്പൂപ്പൻ താടിയെ പോലെ ആശയമാകുന്ന വിത്ത് ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഈ കവിത യാത്ര ചെയ്യുന്നത്. അതായത് വിത്ത് മുളച്ച് മരമാകുന്നതോടെ അത് യാത്രക്കാർക്കും ജീവജാലങ്ങൾക്കും താങ്ങും തണലുമാകുന്നു. അതുപോലെ കവിയെ എന്നും അടയാളപ്പെടുത്തുന്ന സ്മാരകമായിട്ട് കവിത മാറുന്നു. അതായത് ഇപ്പോൾ അപ്പൂപ്പൻ താടി വിത്ത് എവിടെ വീഴുന്നു ആ വിത്ത് അവിടെ മുളച്ച് പിന്നീട് അത് മരമായി യാത്രക്കാർക്കും പിന്നെ ജീവജാലങ്ങൾക്കൊക്കെ തണലും ഒരു ആശ്വാസവും ഒക്കെ ആകും. അതുപോലെ തന്നെ ഈ കവിയെയും കൂടി എന്നും അടയാളപ്പെടുത്തുന്ന ഒരു കവിതയാണ് സ്മാരകം എന്നുള്ള ഈ കവിത. അപ്പോൾ ഇതൊക്കെ എഴുതുക. ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ, 3-ാമത്തെ ചാപ്റ്റർ അടുത്ത ക്ലാസ്സിൽ നോക്കാം. നോട്ടുകൾ വേണ്ടവർ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് കമൻ്റായിട്ട് താഴെ കൊടുക്കാം, വീഡിയോയുടെ താഴെ കൊടുക്കാം. നോട്ടുകൾ കിട്ടുന്നതിനനുസരിച്ച് നോട്ടുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ